അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. നാഴികയ്ക്ക് 40 വട്ടം 400 തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവിച്ച നമുക്ക് അല്ലാഹു തആല ഒരു വമ്പിച്ച ഓഫർ അല്ലാഹു തആല നൽകുകയാണ്. ഈ 10 ദിനരാത്രങ്ങൾക്കുള്ളിൽ ആരാണോ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപ പൊറുക്കലിനെ ചോദിക്കുന്നത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുത്തു തരാം എന്ന് പറയുകയാണ്. ആകാശം മൊട്ടെ വലിപ്പമുള്ള വലിയ വലിയ പാപങ്ങളാണ് ജീവിതത്തിൽ വന്നുപോയതെങ്കിലും അല്ലാഹു തആല നമുക്ക് പൊറുത്തു തരും. നമ്മൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായും പുറത്തു തരും. വഹശിക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തില്ലേ? ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണിന് അല്ലാഹു തആല പുറത്തു കൊടുത്തില്ലേ? പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയുടെ സഹോദരനാകുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചതിയിലൂടെ വധിക്കുകയും അവിടുത്തെ നെഞ്ച് പിളർത്തി കരള് വായിലിട്ട് ചവച്ചു തുപ്പുകയും ചെയ്ത ആ ഹിന്ദിന് അല്ലാഹു തആല മാപ്പ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. ഈ വിശുദ്ധ റമളാൻ നമുക്ക് നല്ല ഒരു അവസരമാണ്. അല്ലാഹു ഒരു വമ്പിച്ച ഓഫർ അല്ലാഹു തആല നൽകുകയാണ്. വിശുദ്ധ റമളാനിനെ 3ആയി ഡിവൈഡ് ചെയ്ത് ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10, ഇങ്ങനെ അതിൽ ഓരോ 10കൾക്കും ഓരോ പ്രാധാന്യമാണ്. ആദ്യത്തെ 10 കഴിഞ്ഞു, റഹ്മത്തിന്റെ അള്ളാഹുവിന്റെ കാരുണ്യം ചോദിക്കേണ്ടുന്ന ദിനരാത്രങ്ങളായിരുന്നു. ഇനിയുള്ള ഈ 10 ദിനരാത്രങ്ങൾ റബ്ബിന്റെ പാപമോചനം ചോദിക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ കേവലം ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, ഖൽബിന്റെ അകത്തളത്തു നിന്ന് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരണം. നന്നായി ചിന്തിച്ചു പറയണം, അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ അഖിലവും നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം അത് പറയാൻ. സർവ്വസമയത്തും ദുആ ഇറക്കണം, എല്ലാ സമയത്തും ദുആ ഇറക്കണം. നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ കയറിയിരുന്ന് നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, ഇന്ന ഇന്ന തെറ്റുകൾ ഞാൻ ചെയ്തു പോയി, വലിയ വലിയ തെറ്റുകൾ ഞാൻ ചെയ്തു പോയി റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. ഇനി മേലിൽ അത്തരം തെറ്റുകളിലേക്ക് എന്നെ നീ മടക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് നന്നായി അള്ളാഹുവിനോട് പാപ പൊറുക്കലിനെ ചോദിക്കണം. അതാണ് പൊന്നാര മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ഔസതുഹു മഗ്ഫിറ, റമളാനിന്റെ ഇടയ്ക്കുള്ള 10 അഥവാ രണ്ടാമത്തെ 10 അത് മഗ്ഫിറത്തിന്റെ പാപമോചനത്തിന്റെ 10 ദിനരാത്രങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥനകൾക്ക്, ദുആകൾക്ക് ചില മര്യാദകൾ ഉണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ. പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനം ഇസ്ലാമിലുണ്ട്. പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനം ഉണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ലോകം അടക്കി ഭരിച്ചിരുന്ന ഒരു രാജ്യത്തിന്റെ മാത്രം ചക്രവർത്തി ആയിരുന്നില്ല മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു. മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്കും മനുഷ്യേതര മറ്റു വസ്തുക്കൾ, ജീവികൾ, സർവ്വതിനും പ്രവാചകനും നേതാവും ഒക്കെയായിരുന്നു
ചക്രവർത്തിയായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ചരിത്രത്തിൽ സോളമൻ ചക്രവർത്തി എന്നറിയപ്പെടുന്ന പ്രവാചകൻ. ആ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജനങ്ങൾക്ക് വലിയ ക്ഷാമമുണ്ടായി. വെള്ളമില്ല. മൃഗങ്ങളും മനുഷ്യരും എല്ലാം വെള്ളമില്ലാതെ മരിച്ചു വീഴാൻ തുടങ്ങി. അപ്പോ ആളുകളൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, നമുക്ക് അള്ളാഹുവിനോട് ജനങ്ങളെയൊക്കെ കൂട്ടി നിർത്തി നമുക്കൊന്ന് പ്രാർത്ഥന നടത്താം. അങ്ങനെ പ്രാർത്ഥന നടത്തുമ്പോ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കൈവിടൂല. ജനങ്ങളൊക്കെ കൂടി എല്ലാവരും സമ്മേളിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ജനങ്ങളെയും കൊണ്ട് ഒരു വിശാലമായ വിജനമായ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സുലൈമാൻ നബി അലൈഹിസ്സലാം വന്ന് നോക്കുമ്പോ സർവ ജീവികളുടെയും ഭാഷ അറിയാവുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ട കാഴ്ച, വഇദം ബിന്നംലത്തിൻ ഖായിമത്തിൻ അലാ റിജ്ലൈഹാ ബാസിത്തത്തുൻ യദൈഹാ, ഒരു ഉറുമ്പ്. ആ ഉറുമ്പ് അതിന്റെ രണ്ട് കാലുമേൽ നിന്ന് അതിന്റെ രണ്ട് കൈയും ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഉറുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ആ ഉറുമ്പിന്റെ പ്രാർത്ഥനയിൽ ഉറുമ്പ് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നാ ഖൽഖുൻ മിൻ ഖൽഖിക, റബ്ബേ, ഞങ്ങളൊക്കെ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു ചെറിയ സൃഷ്ടികളാണ് റബ്ബേ. വെള്ളമില്ല. വലാ ഗിനാ ലീ അൻ ഫദ്ലിക, നീ ഐശ്വര്യം തന്നാലല്ലാതെ ഞങ്ങൾക്കൊരു ഐശ്വര്യവുമില്ല റബ്ബേ. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് വെള്ളം വേണം, മഴ വേണം. ഉറുമ്പ് അള്ളാഹുവിനോട് രണ്ട് കൈകളും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആയിരുന്നപ്പോ ആ സമയത്ത് അല്ലാഹു തആല മഴ പെയ്യിപ്പിക്കുകയാണ്. നല്ല മഴ പെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാമും പരിവാരങ്ങളും ദുആ ചെയ്യുന്നതിന് മുമ്പേ മഴ പെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആളുകളോട് പറഞ്ഞു, ഇർജിഉ, നിങ്ങളൊക്കെ മടങ്ങൂ, മതി, ഇനി നമുക്ക് ദുആ ഇറക്കണ്ട. കാരണം ഫഖദ് സ്തുജീബ ലക്കും ബിദുആഇ ഗൈരിക്കും, നിങ്ങളല്ലാത്തവരുടെ പ്രാർത്ഥന കൊണ്ട്, ദുആ കൊണ്ട് അല്ലാഹു തആല ഇജാബത്ത് നൽകിയിരിക്കുന്നു. നമ്മൾ ദ്വാരക്കുന്നതിന് മുമ്പ് ഉറുമ്പ് അള്ളാഹുവിനോട് ദ്വാരുന്നു. അതുകൊണ്ട് ആ ദുആയ്ക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകിയിരിക്കുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ് ആളുകളൊക്കെ പിരിച്ചുവിട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദുആയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ദുആ അത് ഇബാദത്താണ്. അദ്ദുആഉ, അതേ ദുആ എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്, ആരാധനയാണ്. ഒരു അടിമ ഉടമയോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ ചോദിക്കണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഉദ്ഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇറക്കേണ്ടത് എങ്ങനെയാണ്? വഅന്തും മൂഖിനൂന ബിൽ ഇജാബ, ഇജാബത്ത് കിട്ടും, ഉത്തരം കിട്ടും എന്ന ഉറപ്പോടുകൂടി വേണം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യസ്തജീബു ദുആഉ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം, ഇമാം തിർമിദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഉറപ്പോടുകൂടി ദുആ ഇറക്കണം, നല്ല വിശ്വാസത്തോടുകൂടി ദുആ ഇറക്കണം. അല്ലാഹു ഉത്തരം തരും എന്ന ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അല്ലാഹു തആല അന്നല്ലാഹ ലാ യസ്തജീബു, അല്ലാഹു തആല നിങ്ങൾക്ക് ഇജാബത്ത് നൽകുകയില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് ഇജാബത്ത് നൽകുകയില്ല. ആർക്ക് അശ്രദ്ധയോടെ, ഒരു ചിന്തയും ഒരു പ്രതീക്ഷയുമില്ലാതെ വെറും ഗഫ്ലത്തിലായി, അശ്രദ്ധയോടെ, മടിയനായി ഇരുന്നു കൊണ്ട് ദുആ ഇരുന്നാൽ
ആ ദുആയ്ക്ക് അല്ലാഹു ഒരിക്കലും ഇജാബത്ത് നൽകുകയില്ല, ഉത്തരം നൽകുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന അങ്ങനെയല്ലേ? നമ്മൾ അശ്രദ്ധരാണ്, നമുക്കൊരു ശ്രദ്ധയില്ല. ഒരു പ്രാർത്ഥനയിൽ മടിയന്മാരായും മൂഢന്മാരായും അശ്രദ്ധയോടും കൂടിയാണ് ഞാനും നിങ്ങളൊക്കെ ദുആരക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താണ്? മാ മിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമും യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫിഹാ ഇസ്മുൻ വലാ ഖതിഅത്തി റഹ്മിൻ ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതൊരു മുഅ്മിനായ, ഏതൊരു മുസ്ലിമായ മനുഷ്യൻ അല്ലാഹുവിനോട് എപ്പോൾ ദുആ ആ ദുആയിൽ പാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ആ ദുആയിൽ കുടുംബബന്ധം മുറിക്കൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അല്ലാഹുവിനോട് ആരെങ്കിലും ദുആ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാലൊരു രൂപത്തിൽ അല്ലാഹു തആല ഇജാബത്ത് നൽകും. എങ്ങനെ ഇജാബത്ത് നൽകും? മൂന്നാലൊരു രൂപത്തിൽ അല്ലാഹു ഇജാബത്ത് നൽകും. എങ്ങനെ ദ്വാരക്കണം? പാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കുറേ പാപങ്ങൾ, ഹറാമുകൾ നടത്തി അതിൻ്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് ദ്വാരന്നിട്ട് കാര്യമില്ല. ഒരു ഉത്സവപ്പറമ്പ്, ആനയും അമ്പാനിയും മേളവും ഒക്കെ നടത്തി പടക്കവും എല്ലാം പൊട്ടിച്ച് ആണും പെണ്ണും ഒക്കെ കൂടിക്കലർന്ന് എന്നിട്ട് അതിന്റെ ഇടയിലിരുന്ന് മുസ്ലിയാർ ദ്വാരക്കുക. അത് ഉറൂസിനാകട്ടെ, ചന്ദനക്കൂടത്തിനാകട്ടെ, എന്തിനായാലും അതിനിടയിലിരുന്ന് മുസ്ലിയാർ ദ്വാരക്കുക. വല്ല ഇജാബത്തും കിട്ടുമോ? ഒരു ഇജാബത്തും കിട്ടൂല. അതേപോലെ ആണും പെണ്ണും കൂടി കലർന്നിരിക്കുന്നു, ഔറത്തും വെളിവാക്കി പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ കൂടി കലർന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അതിനിടയിൽ മുസ്ലിയാര് നിക്കാഹിന്റെ സദസ്സാകാം, ഓഡിറ്റോറിയത്തിൽ, അതിനിടയിലിരുന്ന മുസ്ലിയാർ ദ്വാരന്നാൽ ഇജാബത്ത് കിട്ടൂല. അപ്പൊ പാപങ്ങൾക്കിടയിൽ പാപങ്ങൾ ചെയ്തുകൊണ്ട് ദ്വാരന്നാൽ അല്ലാഹു തആല ദുആയ്ക്ക് ഇജാബത്ത് നൽകുകയില്ല. ഒരു കള്ളുകുടി നടക്കുന്ന ഒരു സദസ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആണും പെണ്ണും തമ്മിൽ കൂടിക്കലർന്ന് നർത്ത താണ്ഡവമാടി അങ്ങനെ തുള്ളുന്ന ഒരു സദസ്സ് അവിടെ ഇരുന്ന്, അതിന് മക്ബറയാണെങ്കിലും ചില മക്ബറകൾ കണ്ടില്ലേ, ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് ചന്ദനത്തിരി കത്തിക്കുന്നു. ചന്ദനത്തിരി കത്തിക്കുന്നത് തെറ്റാണെന്നല്ല, ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് ഔറത്തൊന്നും മറയ്ക്കാതെ, അത് മക്ബറയാണെങ്കിലും പള്ളിയാണെങ്കിലും എന്താണെങ്കിലും ഇജാബത്ത് കിട്ടൂല. രണ്ടാമത് പറഞ്ഞത് കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് ഒരാൾ ദുആരന്നാൽ ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടൂല. അതിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ആളുകളെ കൂട്ടിയിട്ട് ദുആരക്കാൻ വേണ്ടി പോയപ്പോ ആദ്യം ദ്വാരക്കുന്നതിന് മുമ്പ് ആളുകളോട് ചോദിച്ചു, ഹൽ മിൻകും ഖാതിഉ റഹ്മിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അപ്പൊ ആരും മിണ്ടിയില്ല. കാരണം എന്താ? ആ കൂട്ടത്തിൽ ആരും കുടുംബ ബന്ധം മുറിച്ചവരാരും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ടവർ വീണ്ടും ചോദിച്ചു, അപ്പോഴും ആരും മിണ്ടിയില്ല. മൂന്നാമത് ചോദിച്ചപ്പോ എന്തോ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് കരുതി സദസ്സിന്റെ പുറകിൽ അറ്റമിരുന്ന ഒരാള്, അതേ ഞാൻ എന്റെ സ്വന്തം ജ്യേഷ്ഠനുമായി പിണക്കത്തിലാണ്, മിണ്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഇറങ്ങടാ പുറത്ത്, ഫഖ്റുജു അന്നാ, ഇറങ്ങടാ ഞങ്ങളെയും വിട്ട് പുറത്ത്, ഇന്നാ നദ്ഉ ഇലാ റബ്ബിനാ, ഞങ്ങൾ റബ്ബിലേക്ക് ദുആറക്കാൻ പോവുകയാണ്. കാരണം ഇന്ന അബ്വാബസ് സമാഇ മുഗ്ലഖത്തുൻ ദൂന ഖാതിഇ റഹിമിൻ, കുടുംബബന്ധം മുറിച്ചവൻ ഇരിക്കുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുകയില്ല. അല്ലാഹുവിനോടുള്ള ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുകയില്ല. ആകാശത്തിന്റെ കവാടങ്ങൾ, റഹ്മത്തിന്റെ കവാടങ്ങൾ അവന്റെ നേരെ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്നു. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് ഇറങ്ങിപ്പോ, എന്നിട്ട് ഞങ്ങൾ ദുആ രക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
ആ കുടുംബ ബന്ധം മുറിച്ച ആളിനെ വെളിയിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷമാണ് അവിടുന്ന് ദുആയിരുന്നതും ദുആയ്ക്ക് ഇജാബത്ത് കിട്ടിയതും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെ ആര് ദുആയിരുന്നാലും മൂന്നാലൊരു രൂപത്തിൽ അള്ളാഹു ഉറപ്പായും ഇജാബത്ത് നൽകും. പലരും പറയാറില്ലേ, ഞാൻ ദുആരക്കുന്ന പടച്ചോൻ കേൾക്കുന്നില്ലേ, എന്റെ ദുആ ഒന്നും പടച്ചോൻ കേൾക്കുന്നില്ലേ, ഞാൻ എത്രയോ ദുആരക്കുന്നു, അള്ളാഹു എന്തുകൊണ്ട് കേൾക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല? വിഷമിക്കണ്ട, മൂന്നാലൊരു രൂപത്തിൽ ഇജാബത്ത് തരും എന്നല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത്. നോക്കാം ഏതൊക്കെ രൂപമാണ്. ഒന്നെങ്കിൽ ആ ദുആ ഇരുന്ന ഉടനെ അല്ലാഹു തആല ഇജാബത്ത് കൊടുക്കും. ദുആ ഇരുന്ന ഉടനെ അല്ലാഹു തആല വളരെ ഫാസ്റ്റായി തന്നെ അവന് ഇജാബത്ത് കൊടുക്കും. അല്ലെങ്കിൽ രണ്ടാമത് മറ്റൊരു രൂപം, അവന് ആ ദുആ ചെയ്തതൊക്കെ ഉറപ്പായും അല്ലാഹു തആല ആഖിറത്തിൽ കൊടുക്കും. ആഖിറത്തിൽ കൊടുക്കും. ദുനിയാവിൽ ചിലപ്പോൾ അല്ലാഹു തആല അവനോടുള്ള വലിയ കാരുണ്യം കൊണ്ട് ദുനിയാവിൽ കൊടുത്താൽ മതിയാവുകയില്ല, ആഖിറത്തിലാണ് അവന് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അല്ലാഹു തആല വിശാലമായി തന്നെ ആഖിറത്തിൽ അവന് കൊടുക്കും. ഇതാണ് രണ്ടാമതൊരു മാർഗം. മൂന്നാമതൊരു രൂപം എന്താണ്? ഒന്നെങ്കിൽ ഒന്നെങ്കിൽ മൂന്നാമത് മാർഗം, അവൻ ഇങ്ങനെ ദുആരക്കും ഖൈറിനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അവന്റെ ജീവിതത്തിൽ വല്ല മുസീബത്തും, ആ മുസീബത്ത് റബ്ബിന്റെ ഖളായിലുണ്ടെങ്കിൽ ആ മുസീബത്ത് അല്ലാഹു തആല തട്ടിമാറ്റിക്കളയും. അതേപോലത്തെ ഒരു മുസീബത്ത് അല്ലാഹു തആല തട്ടിമാറ്റിക്കളയും. അവൻ ചോദിച്ച ചോദ്യത്തിനല്ല അല്ലാഹു തആല ഉത്തരം കൊടുത്തത്, ആ ചോദിച്ചതുപോലത്തെ വല്ല മുസീബത്തും ഖളായിൽ അവനിൽ വന്നു പോകാനുണ്ടെങ്കിൽ അവൻ പോലും അറിയാതെ അല്ലാഹു തആല ആ മുസീബത്ത് അങ്ങ് തട്ടിമാറ്റിക്കളയും. അപ്പൊ ഇങ്ങനെ മൂന്നാലൊരു രൂപത്തിൽ ഉറപ്പായും അവന് ഇജാബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ദുആ അതൊരു വിശ്വാസിയുടെ വജ്രായുധമാണ്. ദുആരക്കാത്ത വിശ്വാസി കൈവലഞ്ഞവനാണ്, അവനൊന്നുമില്ല. അവൻ എപ്പോഴും ദുആരക്കണം, ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്ങനെയാണ് ദുആരക്കേണ്ടത്? ദുആരക്കുമ്പോ എങ്ങനെയാണ്? ഒരു സംഘമായി, അലൈക്കും ബിൽ ജമാഅ, അല്ലാഹുവിന്റെ ബറക്കത്ത് അനുഗ്രഹം സംഘത്തിന്റെ മേലാണുള്ളത്. കൂടുതൽ ഒറ്റയ്ക്ക് ദ്വാരക്കണം, കൂട്ടമായി ദ്വാരക്കണം. കണ്ടില്ലേ നിങ്ങൾ, ഏറ്റവും നല്ല ദുആ ഏതാണ് നബിയെ എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോ അല്ലാഹു വളരെ ഫാസ്റ്റായി ഉടനടി ഉത്തരം തരുന്ന ദുആ ഏതാണ് നബിയെ എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞ എന്താണ്? ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ദുആ. ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ദുആയ്ക്ക് ഇജാബത്തുണ്ട്. കാരണം ഇമാമു ദുആ ഇറക്കുന്നു, നമ്മളൊക്കെ ആമീൻ പറയുന്നു അല്ലേ? ആ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില മര്യാദകൾ ദുആയ്ക്കുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. എന്താണ് ആ മര്യാദ? വൽ മുസ്തഹബ്ബു, ഏറ്റവും സുന്നത്ത് മുസ്തഹബ് എന്താണ്? അൻ യർഫഅ യദൈഹി ഇൻദ ദുആഇ ഇലാ ഹിദാഇ സദ്രിഹി. ദുആ ചെയ്യുമ്പോ രണ്ട് കൈയും അവന്റെ നെഞ്ചിന് നേരെ ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ നെഞ്ച്, ആ നെഞ്ചിന് നേരെ രണ്ട് കൈയും ഉയർത്തിപ്പിടിക്കണം. അതാണ് സുന്നത്ത്. കദാ ഫഅലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. വൽ അഫ്ളലു, ഏറ്റവും നല്ലത് അൻ യബ്സുത കഫൈഹി, അവന്റെ രണ്ട് കൈപ്പത്തികൾ വിടർത്തിപ്പിടിക്കുക, നിവർത്തിപ്പിടിക്കുക. വയകൂന ബൈനഹുമാ ഫുർജത്തുൻ, രണ്ട് കൈകൾക്കിടയിൽ ചെറിയ ഒരു വിടവ്. ഇങ്ങനെയല്ല ചിലരുടെ ഇങ്ങനെയൊക്കെ പിടിക്കാനില്ല, അങ്ങനല്ല. പിന്നെ രണ്ട് കൈകൾക്കിടയിൽ ചെറിയ ഒരു വിടവ്. ഈ ചെറിയ രണ്ട് കൈകൾക്കിടയിൽ ചെറിയ ഒരു വിടവിട്ട് കൈകൾ നെഞ്ചിന് നേരെ നിവർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ദുആരക്കാൻ എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്. ഇമാമിങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ദുആ ചെയ്യുമ്പോൾ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാൻ ഒരു എളുപ്പമാർഗം എന്താണ്? കൈ രണ്ടും നെഞ്ചിന് നേരെ നിവർത്തി പിടിക്കണം. ഒരു കൈയുടെ മുകളിൽ മറ്റേ കൈ വെച്ചുകൊണ്ട്, ചിലരിങ്ങനെ താടിക്ക് കൈവച്ച്, ചിലർ ചുണ്ടിൽ കൈവച്ച്, ചിലർ ദ്വാരക്കുമ്പോൾ മീശ ചുരുട്ടിക്കൊണ്ടിരിക്കുന്നു, ചിലരിങ്ങനെ കൈ താത്തു വെച്ചുകൊണ്ടിരിക്കുന്നു. മടിയന്മാരായി, മൂഢന്മാരായി, അലസന്മാരായിരിക്കുന്നു. ഇമാമ ദ്വാരക്കുന്നു, ഇമാം എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ പള്ളിയിൽ ചാരി ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുക, പള്ളിയുടെ തൂണുമ്മ ചാരുക, പള്ളിയുടെ ഭിത്തി ചാരുക, അത് തന്നെ ഏറ്റവും വലിയ അദബുകേട്. പള്ളിയിൽ കയറിയാൽ പള്ളിയുടെ മതിലേലും ഭിത്തിയിലും തൂണിലും ഒന്നും ചാരിയിരിക്കാൻ പാടില്ല, അത് അദബുകേടാണ്. അങ്ങനെ ഇരുന്നുകൊണ്ട് ദ്വാരക്കാനും പാടില്ല. അതേപോലെ മഹാന്മാര് പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തടവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ കാണാം, നീ ചന്ദന പോട്ടിട്ടിരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദര വെറുപ്പുണ്ട്. ചന്ദനപ്പൂട്ടിട്ടിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ആമീൻ പറയാൻ പാടില്ല. ചിലർ കണ്ടില്ലേ, ദ്വാരക്കുമ്പോ ആമീൻ പറഞ്ഞ് എങ്ങനെയാണ് ചന്ദനപ്പൂട്ടിട്ട് ഇരുന്നു. ചില ദ്വാരക്കുന്ന ചില മുസ്ലിംമാര് തന്നെ അങ്ങനെ ഇരുന്ന് ദ്വാരക്കുന്നത് കാണാം. എങ്ങനെ? ചന്ദനപ്പൂട്ട്, ചമ്മണപ്പൂട്ടെന്ന് ചില സ്ഥലത്ത് പറയും, ചന്ദനപ്പൂട്ടെന്ന് പറയും. രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് വെച്ച് ഇരുന്നു കൊണ്ട്, ഏതുപോലെ ശാപ്പാടി രാമൻ ചോറ് തിന്നാൻ വേണ്ടി ഇരുന്ന് ഇങ്ങനെ നമ്മൾ ചോറ് തിന്നാൻ വേണ്ടി ഇരിക്കുന്ന ആ ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തം ഇരുന്നു കൊണ്ടല്ല അള്ളാഹുവിനോട് ദ്വാരക്കേണ്ടത്. ഒന്നെങ്കിൽ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക, അത് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണെങ്കിലും തവറുക്കിന്റെ ഇരുത്തമാണെങ്കിലും അതാണ് ഏറ്റവും നല്ല ഇരുത്തം. ദ്വാരക്കാൻ ഏറ്റവും നല്ല ഇരുത്തം അതാണ്. ആ കൈവെള്ളയിലേക്ക് നോക്കി ഇരുന്നു കൊണ്ട് ദ്വാരക്കുക, ഏറ്റവും നല്ല രൂപം അതാണ്. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ദുആ കഴിയുമ്പോ ആ കയ്യ് നമ്മുടെ മുഖം, കൈ കൊണ്ട് നമ്മുടെ മുഖം ഒന്ന് തടവണം, അതും സുന്നത്താണ്. ആ ദുആഇന്റെ ബറക്കത്ത് അവന് ലഭിക്കുന്നു. വിശാലമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദുആ ചെയ്യുന്നതിന് തന്നെ ചില മര്യാദകൾ ഉണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം ദ്വാരക്കാൻ. അശ്രദ്ധരായി, മൂഢന്മാരായി ഇരുന്നു കൊണ്ട് ആമീൻ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ജുമായ്ക്കൊക്കെ പള്ളിയിൽ ഇമാമ ദ്വാരക്കുമ്പോ കാണാം ആളുകൾ റോഡിലും വഴിയിലും അവിടെയും ഇവിടെയും ഒക്കെ എന്തോ ഒന്ന് ചിന്തിച്ച് വെറുതെ രണ്ട് കൈയും ഇങ്ങനെ താത്തു വെച്ച് പിടിച്ചുകൊണ്ട് ഒരു കഥയില്ല, ഒരു ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ആമീൻ 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 പറയുന്നു. ആർക്കോ വേണ്ടി ആമീൻ പറയുന്നത് പോലെ, ആർക്കോ വേണ്ടി ആമീൻ പറയുന്നത് പോലെയാണ് പലരും ആമീൻ പറയാ. അത് പള്ളിയിലാണെങ്കിലും ജുമയ്ക്കാണെങ്കിലും വഴതിന്റെ സ്ഥലത്താണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ദുആ ചെയ്യുമ്പോ രണ്ട് കൈയും ശ്രദ്ധയോടെ നെഞ്ചിന്റെ നേരെ ഉയർത്തി, രണ്ട് കൈകൾക്കിടയിൽ ചെറിയ ഒരു വിടവിട്ട് നല്ല ഇഖ്ലാസോടുകൂടി നിങ്ങൾ ആമീൻ പറ. ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റബ്ബേ, ഈ ദുആയ്ക്ക് നീ ഉത്തരം നൽകണേ അല്ലാ. ഇമാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇമാമ ചോദിച്ച് നിർത്തുമ്പോ നമ്മളെന്താ പറയാ? അല്ലാഹുവേ, ഈ ദുആയ്ക്ക് നീ ഉത്തരം നൽകണേ അല്ലാ. ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ആമീൻ ദറജാത്തും ഫിൽ ജന്ന, സ്വർഗത്തിലെ വലിയ വലിയ പദവികളാണ്. എത്രത്തോളം ആമീൻ പറയുന്നോ അത്രത്തോളം നല്ലതാണ്, നമുക്ക് ആഖിറത്തിൽ ഗുണങ്ങളാണ്. അപ്പൊ ഒരാൾ ദുആ ഇറക്കുന്നു, മറ്റൊരാൾ ആമീൻ പറയുന്നു, വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ടല്ലേ ഫാത്തിഹ നിസ്കാരത്തിൽ ഇമാമ് ഓതി കഴിയുമ്പോ വലദ്ദാലീൻ എന്ന് പറയുമ്പോ മഅ്മൂമീങ്ങളൊക്കെ ശാഫിഈ മദ്ഹബിൽ ഉറക്കെ ആമീൻ എന്ന് പറയുന്നു. ഹനഫി മദ്ഹബിൽ ഉറക്കെയല്ലെങ്കിലും പതുക്കെ സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിലെങ്കിലും മഅ്മൂമീങ്ങൾ ഹനഫി മദ്ഹബിലും ആമീൻ പറയണം. അത് സുന്നത്താണ്. അപ്പോ അതിന് വലിയ ഇജാബത്താണ്. ഒരാൾ ദുആ ഇറക്കുന്നു, മറ്റ് ആളുകളൊക്കെ കൂടി ഇന്ന് ആമീൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ ദുആയ്ക്ക് ഒരു മര്യാദ, ആ മര്യാദകൾ പലപ്പോഴും നമ്മൾ പാലിക്കുന്നില്ല. ഞാൻ ദ്വാരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എങ്ങനെ ദുആ ചെയ്തു,
നീ എങ്ങനെ ദുആ ചെയ്തു. അപ്പൊ ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി ദുആ ഇറക്കണം. ഇത് ദുആഇന്റെ മാസമാണ്. നന്നായി ദുആ വർദ്ധിപ്പിക്കേണ്ടുന്ന മാസമാണ്. നാഥനായ റബ്ബ് നമ്മുടെ ദുആകൾക്ക് മുഴുവനും അല്ലാഹു തആല ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൊന്നാര ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹു ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ ദുആകൾക്കും പൂർണ്ണമായ ഇജാബത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആഇന്റെ 10 മര്യാദകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. പഠിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകും.